ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 9 ബൈബിൾ ക്വിസ്. ശേഖേമിൽ തൻ്റെ അമ്മയുടെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരോടും തൻ്റെ അമ്മയുടെ പിതൃഭവനമായ സർവ്വകുടുംബത്തോടും സംസാരിച്ചത് ആരാണ്? യെരുബ്ബാലിന്റെ മകനായ അബിമേലെക്ക്. അബിമേലെക്ക് ശേഖേമിൽ തൻ്റെ അമ്മയുടെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരോടും തൻ്റെ അമ്മയുടെ പിതൃഭവനമായ സർവ്വ കുടുംബത്തോടും തനിക്ക് വേണ്ടി ശേഖേമിലെ സകല പൗരന്മാരോടും എന്ത് പറവീൻ എന്ന് പറഞ്ഞു. യെരുബ്ബാലിന്റെ 70 പുത്രന്മാരും കൂടെ നിങ്ങളെ ഭരിക്കുന്നതോ ഒരുത്തൻ നിങ്ങളെ ഭരിക്കുന്നതോ നിങ്ങൾക്ക് ഏത് നല്ലത്? ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവും ആകുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ എന്ന് ശേഖേമിലെ സകല പൗരന്മാരോടും പറവീൻ എന്ന് പറഞ്ഞു. ആരുടെ ഹൃദയമാണ് അബിമേലെക്കിങ്കൽ ചാഞ്ഞത്? ശേഖേമിലെ സകല പൗരന്മാരുടെയും. അവൻ നമ്മുടെ സഹോദരനല്ലോ എന്ന് അവർ പറഞ്ഞു. ആരെക്കുറിച്ച് പറഞ്ഞു? ശേഖേമിലെ സകല പൗരന്മാരും അബിമേലെക്കിനെ കുറിച്ച്. ശേഖേമിലെ സകല പൗരന്മാരും അബിമേലെക്കിന് എത്ര പണം നൽകി? 70 വെള്ളിക്കാശ്. ശേഖേമിലെ സകല പൗരന്മാരും വെള്ളി എവിടെ നിന്ന് എടുത്തു കൊടുത്തു? ബാൽബെരീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന്. 70 വെള്ളിക്കാശ് കൊണ്ട് അബിമേലെക്ക് ആരെ കൂലിക്ക് വാങ്ങി? തുമ്പുകെട്ടവരും നിസാരന്മാരുമായ ആളുകളെ കൂലിക്ക് വാങ്ങി. അബിമേലെക്ക് ആർക്കും നായകനായി തീർന്നു? തുമ്പുകെട്ടവരും നിസാരന്മാരുമായ ആളുകൾക്ക്. ഒഫ്രയിൽ തൻ്റെ അപ്പന്റെ വീട്ടിൽ ചെന്ന് അബിമേലെക്ക് എന്തു ചെയ്തു? യെരുബ്ബാലിന്റെ പുത്രന്മാരായി തൻ്റെ സഹോദരന്മാരായ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊന്നു. അബിമേലെക്കിൽ നിന്ന് രക്ഷപ്പെട്ട സഹോദരൻ ആരാണ്? യെരുബ്ബാലിന്റെ ഇളയ മകനായ യോഥാം. യെരുബ്ബാലിന്റെ ഇളയ മകനായ യോഥാം എങ്ങനെയാണ് ശേഷിച്ചത്? ഒളിച്ചു കളഞ്ഞതുകൊണ്ട്. ശേഖേമിലെ സകല പൗരന്മാരും മില്ലോ ഗ്രഹമൊക്കെയും ഒരുമിച്ച് കൂടി ചെന്ന് എന്താണ് ചെയ്തത്? അബിമേലെക്കിനെ രാജാവാക്കി. അബിമേലെക്കിനെ രാജാവാക്കിയത് എവിടെ വച്ചാണ്? ശേഖേമിലെ ജ്ഞാപക സ്തംഭത്തിനരികെയുള്ള കരുവേലകത്തിങ്കൽ വെച്ച്. അബിമേലെക്കിനെ രാജാവാക്കിയതിനെ കുറിച്ച് യോഥാമിന് അറിവ് കിട്ടിയപ്പോൾ യോഥാം എന്തു ചെയ്തു? ഗെരിസി മലമുകളിൽ ചെന്ന് ഉച്ചത്തിൽ അവരോട് വിളിച്ചു പറഞ്ഞു. യോഥാം ഗെരിസി മലമുകളിൽ ചെന്ന് ഉച്ചത്തിൽ ശേഖേം പൗരന്മാരോട് വിളിച്ചു പറഞ്ഞതെന്താണ്? ശേഖേം പൗരന്മാരെ, ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ സങ്കടം കേൾപ്പീൻ. പണ്ടൊരിക്കൽ ആരാണ് തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോയത്?
വൃക്ഷങ്ങൾ. നീ ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് വൃക്ഷങ്ങൾ പറഞ്ഞത് ആരോടാണ്? ഒലിവ് വൃക്ഷത്തോട്. നീ ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് വൃക്ഷങ്ങൾ ഒലിവ് വൃക്ഷത്തോട് പറഞ്ഞപ്പോൾ ഒലിവ് വൃക്ഷം പറഞ്ഞതെന്ത്? ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എൻ്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് വൃക്ഷങ്ങൾ പിന്നെ പറഞ്ഞത് ആരോടാണ്? അത്തിവൃക്ഷത്തോട്. എന്ത് ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്നാണ് അത്തിവൃക്ഷം പറഞ്ഞത്. എന്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. മൂന്നാമതായി വൃക്ഷങ്ങൾ ആരോടാണ് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞത്? മുന്തിരിവള്ളിയോട്. എന്തുപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്നാണ് മുന്തിരിവള്ളി പറഞ്ഞത്. ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം ഞാൻ ഉപേക്ഷിച്ച്. നാലാമതായി വൃക്ഷങ്ങൾ സമീപിച്ചത് ആരെയാണ്? മുൾപടർപ്പിനെ. വൃക്ഷങ്ങളെല്ലാം കൂടി നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞത് ആരോടാണ്? മുൾപടർപ്പിനോട്. മുൾപടർപ്പ് വൃക്ഷങ്ങളോട് നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ എന്ത് അവർ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്? വന്ന് എൻ്റെ നിഴലിൽ ആശ്രയിപ്പീൻ. വൃക്ഷങ്ങൾ അതിൻ്റെ നിഴലിൽ ആശ്രയിപ്പാൻ വഴങ്ങിയില്ലെങ്കിൽ മുൾപടർപ്പിൽ നിന്ന് എന്ത് പുറപ്പെട്ട് അതിനെ ദഹിപ്പിക്കട്ടെ എന്ന് മുൾപടർപ്പ് വൃക്ഷങ്ങളോട് പറഞ്ഞു. തീ പുറപ്പെട്ട് ലെബനോനിലെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ അബിമേലെക്കിനെ രാജാവാക്കിയതിൽ എന്താണോ പ്രവർത്തിച്ചത് എന്നാണ് യോഥാം ശേഖേം പൗരന്മാരോട് ചോദിച്ചത്. വിശ്വസ്തതയും പരമാർത്ഥതയുമാകുന്നുവോ പ്രവർത്തിച്ചത്? നിങ്ങൾ ആരോട് നന്മയാകുന്നുവോ ചെയ്തത് എന്നാണ് യോഥാം ശേഖേം പൗരന്മാരോട് ചോദിച്ചത്. യെരുബ്ബാലിനോടും അവന്റെ കുടുംബത്തോടും. യെരുബ്ബാലിന്റെ പ്രവൃത്തിയുടെ എന്തിനു തക്കവണ്ണമോ അവനോട് പ്രവർത്തിച്ചത് എന്നാണ് യോഥാം ശേഖേം പൗരന്മാരോട് ചോദിച്ചത്. പ്രവൃത്തിയുടെ യോഗ്യതയ്ക്ക് തക്കവണ്ണമോ? എൻ്റെ അപ്പൻ തൻ്റെ ജീവനെ ഗണ്യമാക്കാതെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മിദ്യാന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു. ഇവിടെ ആരെക്കുറിച്ചാണ് യോഥാം പറയുന്നത്? തൻ്റെ അപ്പനായ യെരുബ്ബാലിനെ കുറിച്ച്. എപ്പോൾ നിങ്ങൾ ആർക്ക് വിരോധമായി എഴുന്നേറ്റു എന്നാണ് യോഥാം ശേഖേം പൗരന്മാരോട് പറഞ്ഞത്? എൻ്റെ അപ്പന്റെ ഗ്രഹത്തിന് വിരോധമായി എഴുന്നേറ്റു. എൻ്റെ അപ്പന്റെ പുത്രന്മാരായ 70 പേരെയും എങ്ങനെ കൊന്നു എന്നാണ് യോഥാം ശേഖേം പൗരന്മാരോട് പറഞ്ഞത്? ഒരു കല്ലിന്മേൽ വെച്ച്.
എന്തുകൊണ്ടാണ് ശേഖേം പൗരന്മാർ അബീമേലെക്കിനെ രാജാവായി വാഴിച്ചത്? അവരുടെ സഹോദരൻ ആയിരിക്കൊണ്ട്. തന്റെ അപ്പന്റെ പുത്രന്മാരായ 70 പേരെയും ഒരു കല്ലിൽ വച്ച് കൊല്ലുകയും ചെയ്തതിനു ശേഷം നിങ്ങൾ എന്തു ചെയ്തു എന്നാണ് യോഥാം ശേഖേം പൗരന്മാരോട് പറഞ്ഞത്. അവന്റെ ദാസിയുടെ മകനായ അബീമേലെക്കിനെ ശേഖേം പൗരന്മാർക്ക് രാജാവാക്കുകയും ചെയ്തു. എങ്ങനെയെന്ന് വരികിൽ നിങ്ങൾ അബീമേലെക്കിൽ സന്തോഷിപ്പീൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ എന്നാണ് യോഥാം ശേഖേം പൗരന്മാരോട് പറഞ്ഞത്. നിങ്ങൾ ഇന്ന് യെരുബ്ബാലിനോടും അവന്റെ കുടുംബത്തോടും ചെയ്തത് വിശ്വസ്തതയും പരമാർത്ഥതയും എന്നു വരികിൽ. യെരുബ്ബാലിനോടും അവന്റെ കുടുംബത്തോടും ചെയ്തത് വിശ്വസ്തതയും പരമാർത്ഥതയും അല്ലെങ്കിൽ അബീമേലെക്കിൽ നിന്ന് തീ പുറപ്പെട്ട് ആരെ ദഹിപ്പിക്കട്ടെ എന്നാണ് യോഥാം ശേഖേം പൗരന്മാരോട് പറയുന്നത്. അബീമേലെക്കിൽ നിന്ന് തീ പുറപ്പെട്ട് ശേഖേം പൗരന്മാരെയും മില്ലോ ഗൃഹത്തെയും ദഹിപ്പിക്കട്ടെ. യെരുബ്ബാലിനോടും അവന്റെ കുടുംബത്തോടും ചെയ്തത് വിശ്വസ്തതയും പരമാർത്ഥതയും അല്ലെങ്കിൽ ശേഖേം പൗരന്മാരിൽ നിന്നും മില്ലോ ഗൃഹത്തിൽ നിന്നും തീ പുറപ്പെട്ട് ആരെയും ദഹിപ്പിക്കട്ടെ എന്നാണ് യോഥാം ശേഖേം പൗരന്മാരോട് പറയുന്നത്. അബീമേലെക്കിനെയും ശേഖേം പൗരന്മാരോട് ഇങ്ങനെ പറഞ്ഞിട്ട് യോഥാം എന്തു ചെയ്തു? യോഥാം ഓടിപ്പോയി ബേരിലേക്ക് ചെന്ന് തന്റെ സഹോദരനായ അബീമേലെക്കിനെ പേടിച്ച് അവിടെ പാർത്തു. അബീമേലെക്ക് എത്ര കാലം ഇസ്രായേലിനെ ഭരിച്ചു? 3 സംവത്സരം. ശേഖേം പൗരന്മാർ അബീമേലെക്കിനോട് ദ്രോഹം തുടങ്ങിയത് എന്തുകൊണ്ട്? ദൈവം അബീമേലെക്കിനും ശേഖേം പൗരന്മാർക്കും തമ്മിൽ ഛിദ്രബുദ്ധി വരുത്തിയതുകൊണ്ട്. എങ്ങനെയാണ് യെരുബ്ബാലിന്റെ 70 പുത്രന്മാരോടും ചെയ്ത പാതകത്തിന് പ്രതികാരം വന്നത്? അവരുടെ രക്തം അവരെ കൊന്നവനായ അവരുടെ സഹോദരൻ അബീമേലെക്കും അവന്റെ സഹോദരന്മാരെ കൊല്ലുവാൻ അവന് തുണയായിരുന്ന ശേഖേം പൗരന്മാരും ചുമത്തിക്കൊണ്ട്. ശേഖേം പൗരന്മാർ അവന് വിരോധമായി പതിയിരിപ്പുകാരെ ആക്കിയത് എവിടെയാണ്? മലമുകളിൽ. ശേഖേം പൗരന്മാർ മലമുകളിൽ അബീമേലെക്കിന് വിരോധമായി ആക്കിയ പതിയിരിപ്പുകാർ എന്തു ചെയ്യാൻ തുടങ്ങി? ഇവർ തങ്ങളുടെ സമീപത്തുകൂടി വഴി പോകുന്ന എല്ലാവരോടും കവർച്ച തുടങ്ങി. അബീമേലെക്കിന് എന്ത് അറിവ് കിട്ടി? ശേഖേം പൗരന്മാർ മലമുകളിൽ അബീമേലെക്കിന് വിരോധമായി ആക്കിയ പതിയിരിപ്പുകാർ തങ്ങളുടെ സമീപത്തുകൂടി വഴി പോകുന്ന എല്ലാവരോടും കവർച്ച തുടങ്ങിയതിനെക്കുറിച്ച്. ഏബേദിന്റെ മകൻ ആരാണ്? ഗാൽ. ശേഖേം പൗരന്മാർ ആരെ വിശ്വസിച്ചു? ഏബേദിന്റെ മകനായ ഗാലെ. ഏബേദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും വന്ന് എവിടെയാണ് കടന്നത്? ശേഖേമിൽ കടന്നു. ശേഖേം പൗരന്മാർ വയലിൽ ചെന്ന് ഉത്സവം കൊണ്ടാടിയതെങ്ങനെ? വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളിലെ കുല അറുത്ത് ഉത്സവം കൊണ്ടാടി.
ശേഖേം പൗരന്മാർ അവരുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിക്കുകയും അബീമേലെക്കിനെ എന്തു ചെയ്യുകയും ചെയ്തു? ശപിക്കുകയും ചെയ്തു. അബീമേലെക്കിന് ശെഖേമിലുള്ള അധികാരത്തെക്കുറിച്ച് ഏബേദിന്റെ മകനായ ഗാൽ എന്ത് ചോദ്യമാണ് ചോദിച്ചത്? അബീമേലെക്കിനെ നാം സേവിക്കേണ്ടതിന് അവൻ ആർ? ശേഖേം ആർ? അവൻ യെരുബ്ബാലിന്റെ മകനും യെബൂൽ അവന്റെ കാര്യസ്ഥനും അല്ലയോ? അബീമേലെക്കിനെ ആരുടെ മകനെന്നാണ് ഗാൽ നിന്ദിച്ചത്? അവൻ യെരുബ്ബാലിന്റെ മകൻ. ആരുമായി അവനെ സേവിക്കട്ടെ? നാം അവനെ സേവിക്കുന്നത് എന്തിന് എന്നാണ് ഗാൽ ചോദിക്കുന്നത്. ശേഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ ആളുകളുമായി അവനെ സേവിക്കട്ടെ. യെരുബ്ബാലിന്റെ മകനായ അബീമേലെക്കിനെ സേവിക്കുന്നത് എന്തിന്? ഈ ജനം എന്റെ കൈക്കീഴായിരുന്നു എങ്കിൽ ഞാൻ എന്തു പറയുകയും ചെയ്യുമായിരുന്നു എന്നാണ് ഏബേദിന്റെ മകനായ ഗാൽ പറയുന്നത്. അബീമേലെക്കിനെ നീക്കിക്കളയുകയും അബീമേലെക്കിനോട് നിന്റെ സൈന്യത്തെ വർദ്ധിപ്പിച്ച് പുറപ്പെട്ടു വരിക എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. ഏബേദിന്റെ മകനായ ഗാലിന്റെ വാക്കുകളെ കേട്ടപ്പോൾ ആരുടെ കോപം ജ്വലിച്ചു? നഗരാധിപനായ സെബൂലിന്റെ കോപം ജ്വലിച്ചു. സെബൂൽ രഹസ്യമായിട്ട് അബീമേലെക്കിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് പറയിച്ചതെന്ത്? ഏബേദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും ശെഖേമിൽ വന്നിരിക്കുന്നു. അവർ പട്ടണത്തെ നിന്നോട് മത്സരിപ്പിക്കുന്നു. ഏബേദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും പട്ടണത്തെ അബീമേലെക്കിനോട് മത്സരിപ്പിക്കുന്നതിനാൽ എന്തു ചെയ്യാനാണ് സെബൂൽ അബീമേലെക്കിനെ ഉപദേശിക്കുന്നത്? അബീമേലെക്കും അവനോടുകൂടെയുള്ള പടജനവും രാത്രിയിൽ പുറപ്പെട്ട് വയലിൽ പതിയിരുന്നു കൊള്ളുവീൻ എന്ന് ഉപദേശിക്കുന്നു. എപ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ ആക്രമിക്കാനാണ് സെബൂൽ അബീമേലെക്കിനെ ഉപദേശിക്കുന്നത്? രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ. ഗാലും കൂടെയുള്ള പടജനവും അബീമേലെക്കിന്റെ നേരെ പുറപ്പെടുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കാമെന്നാണ് സെബൂൽ അബീമേലെക്കിനെ ഉപദേശിക്കുന്നത്. തരം പോലെ അവരോട് പ്രവർത്തിക്കാം. അബീമേലെക്കും കൂടെയുള്ള പടജനമൊക്കെയും രാത്രിയിൽ പുറപ്പെട്ട് 4 കൂട്ടമായി പതിയിരുന്നതെവിടെ? ശെഖേമിനരികെ. അബീമേലെക്കും കൂടെയുള്ള പടജനവും പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റതെപ്പോൾ? ഏബേദിന്റെ മകനായ ഗാൽ പുറപ്പെട്ട് പട്ടണത്തിന്റെ ഗോപുരത്തിങ്കൽ നിന്നപ്പോൾ. ഗാൽ പടജനത്തെ കണ്ടപ്പോൾ സെബൂലിനോട് എന്താണ് പറഞ്ഞത്? പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് പടജനം ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞു. അതാ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് പടജനം ഇറങ്ങി വരുന്നു എന്ന് സെബൂലിനോട് ഗാൽ പറഞ്ഞപ്പോൾ സെബൂൽ എന്താണ് പറഞ്ഞത്? പർവ്വതങ്ങളുടെ നിഴൽ കണ്ടിട്ട് മനുഷ്യരെന്ന് നിനക്ക് തോന്നുകയാകുന്നു എന്ന് പറഞ്ഞു. ഗാൽ പിന്നെയും സെബൂലിനോട് എന്താണ് പറഞ്ഞത്? അതാ പടജനം ദേശമധ്യേ ഇറങ്ങി വരുന്നു, മറ്റൊരു കൂട്ടവും പ്രാശ്നികന്മാരുടെ കരുവേലകത്തിന്റെ സമീപത്തുകൂടി വരുന്നു എന്ന് പറഞ്ഞു. നാം അബീമേലെക്കിനെ സേവിക്കേണ്ടതിന് അവൻ ആരെന്ന് പറഞ്ഞ നിന്റെ വായ് ഇപ്പോൾ എവിടെ? ഇത് നീ പുച്ഛിച്ച പടജനം അല്ലയോ എന്ന് സെബൂൽ ചോദിച്ചത് ആരോട്? ഗാലിനോട്.
ഇത് നീ പുച്ഛിച്ച പടജ്ജനമല്ലയോ എന്ന് ഗാലിനോട് ചോദിച്ചതിന് ശേഷം സെബൂൽ ഗാലിനോട് എന്താണ് പറഞ്ഞത്? ഇപ്പോൾ പുറപ്പെട്ട് അവരോട് പൊരുതുക എന്ന് പറഞ്ഞു. ഗാൽ ശേഖേം പൗരന്മാരുമായി പുറപ്പെട്ട് അബീമേലെക്കിനോട് പടവെട്ടി. എന്നാൽ എന്ത് സംഭവിച്ചു? അബീമേലെക്കിന്റെ മുമ്പിൽ ഗാൽ തോറ്റോടി. അബീമേലെക്ക് ഗാലിനെ പിന്തുടർന്നു. അനേകം പേർ ഹതന്മാരായി വീണതെവിടെയാണ്? പടിവാതിൽ വരെ. അബീമേലെക്ക് എവിടെ താമസമാക്കി? അരുകുമയിൽ താമസമാക്കി. ഗാലിനെയും സഹോദരന്മാരെയും ശേഖേമിൽ പാർപ്പാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞത് ആരാണ്? സെബൂൽ. പിറ്റേന്നാൾ ശേഖേമിലെ ജനം എന്തു ചെയ്തു? വയലിലേക്ക് പുറപ്പെട്ടു. ശേഖേമിലെ ജനങ്ങൾ വയലിലേക്ക് പുറപ്പെട്ടു വന്ന് ആർക്കാണ് അറിവ് കിട്ടിയത്? അബീമേലെക്കിന് അറിവ് കിട്ടി. ശേഖേമിലെ ജനം വയലിലേക്ക് പുറപ്പെട്ടു വന്ന് അബീമേലെക്കിന് അറിവ് കിട്ടിയപ്പോൾ അവൻ എന്തെല്ലാം ചെയ്തു? അവൻ പടജ്ജനത്തെ കൂട്ടി 3 കൂട്ടമായി ഭാഗിച്ച് വയലിൽ പതിയിരുന്നു. അബീമേലെക്ക് 3 കൂട്ടമായി ഭാഗിച്ച പടജ്ജനത്തെ എന്ത് ചെയ്തു? വയലിൽ പതിയിരുത്തി. ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് കണ്ടപ്പോൾ അബീമേലെക്ക് എന്തു ചെയ്തു? അവരുടെ നേരെ ചെന്ന് അവരെ സംഹരിച്ചു. പാഞ്ഞു ചെന്ന് പട്ടണത്തിന്റെ പടിവാതിൽക്കൽ നിന്നതാരാണ്? അബീമേലെക്കും കൂടെയുള്ള കൂട്ടവും. മറ്റേ കൂട്ടം രണ്ടും എന്തു ചെയ്തു? വയലിലുള്ള സകല ജനത്തിന്റെയും നേരെ പാഞ്ഞു ചെന്ന് അവരെ സംഹരിച്ചു. അബീമേലെക്ക് എങ്ങനെയാണ് പട്ടണം പിടിച്ചത്? അബീമേലെക്ക് അന്ന് മുഴുവനും പട്ടണത്തോട് പൊരുത് പട്ടണം പിടിച്ചു. അബീമേലെക്ക് അന്ന് മുഴുവനും പട്ടണത്തോട് പൊരുത് പട്ടണം പിടിച്ചു. പട്ടണത്തോടെ എന്തു ചെയ്തു? അതിലെ ജനത്തെ കൊന്നു, പട്ടണത്തെ ഇടിച്ചു കളഞ്ഞു, അതിൽ ഉപ്പു വിതറി. അബീമേലെക്ക് പട്ടണം പിടിച്ച് അതിലെ ജനത്തെ കൊന്നു, പട്ടണത്തെ ഇടിച്ചു കളഞ്ഞ് അതിൽ ഉപ്പു വിതറി എന്ന് കേട്ടപ്പോൾ ശേഖേം ഗോപുരവാസികൾ എവിടെയാണ് കടന്നത്? എൽബെരീത്തിന്റെ ക്ഷേത്രമണ്ഡപത്തിൽ കടന്നു. ആര് എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നു എന്നാണ് അബീമേലെക്കിന് അറിവ് കിട്ടിയത്? ശേഖേം ഗോപുരവാസികൾ. അബീമേലെക്കും കൂടെയുള്ള പടജ്ജനമൊക്കെയും ഏതു മലയിലാണ് കയറിയത്? സൽമോൻ മലയിൽ കയറി.
സൽമോൻ മലയിൽ പടജ്ജനവുമായി കയറിയ അബീമേലെക്ക് എന്താണ് ചെയ്തത്? കോടാലി എടുത്ത് ഒരു മരക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ചു. കോടാലി എടുത്ത് ഒരു മരക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ച ശേഷം അബീമേലെക്ക് തന്റെ പടജ്ജനത്തോട് എന്താണ് പറഞ്ഞത്? ഞാൻ ചെയ്തത് നോക്കി നിങ്ങളും വേഗം അതുപോലെ ചെയ്യുവീൻ എന്നു പറഞ്ഞു. പടജ്ജനമെല്ലാം അതുപോലെ ഓരോരുത്തൻ ഓരോ കൊമ്പ് വെട്ടി അബീമേലെക്കിന്റെ പിന്നാലെ ചെന്ന് എന്തു ചെയ്തു? മണ്ഡപത്തിനരികെ ഇട്ട് തീ കൊടുത്തു മണ്ഡപത്തോടുകൂടെ ശേഖേം ഗോപുരവാസികളെ ചുട്ടുകളഞ്ഞു. പുരുഷന്മാരും സ്ത്രീകളുമായി എത്ര ശേഖേം ഗോപുരവാസികൾ മരിച്ചുപോയി? ഏകദേശം 1000 പേർ മരിച്ചുപോയി. ശേഖേം ഗോപുരവാസികളെ കൊന്നതിനു ശേഷം അബീമേലെക്ക് എവിടേക്ക് ചെന്നു? തേബസിലേക്ക് ചെന്നു. തേബസിൽ ചെന്ന അബീമേലെക്ക് എന്തു ചെയ്തു? തേബസിന് വിരോധമായി പാളയമിറങ്ങി അതിനെ പിടിച്ചു. തേബസ് പട്ടണത്തിനകത്ത് എന്തുണ്ടായിരുന്നു? ഉറപ്പുള്ള ഒരു ഗോപുരം ഉണ്ടായിരുന്നു. സകല പുരുഷന്മാരും സ്ത്രീകളും പട്ടണത്തിലുള്ളവർ ഒക്കെയും എവിടേക്കാണ് ഓടിക്കടന്നത്? ഉറപ്പുള്ള ഒരു ഗോപുരത്തിലേക്ക്. ഉറപ്പുള്ള ഒരു ഗോപുരത്തിലേക്ക് ഓടിക്കടന്ന സകല പുരുഷന്മാരും സ്ത്രീകളും പട്ടണത്തിലുള്ളവർ ഒക്കെയും എന്തു ചെയ്തു? വാതിലടച്ച് ഗോപുരത്തിന്റെ മുകളിൽ കയറി. ഗോപുരത്തിനരികെ എത്തി അതിനെ ആക്രമിച്ചത് ആരാണ്? അബീമേലെക്ക്. അബീമേലെക്ക് ഗോപുരവാതിലിനടുത്ത് ചെന്നതെന്തിന്? അതിന് തീ കൊടുത്ത് ചുട്ടുകളയേണ്ടതിന്. തീ കൊടുത്ത് ചുട്ടുകളയേണ്ടതിന് ഗോപുരവാതിലിനടുത്തെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു സ്ത്രീ തിരികല്ലിന്റെ പിള്ള അബീമേലെക്കിന്റെ തലയിലിട്ട് അവന്റെ തലയോട് തകർത്തു കളഞ്ഞു. ഒരു സ്ത്രീ തിരികല്ലിന്റെ പിള്ള അബീമേലെക്കിന്റെ തലയിലിട്ട് അവന്റെ തലയോട് തകർത്തു കളഞ്ഞപ്പോൾ അബീമേലെക്ക് ആരെയാണ് വിളിച്ചത്? തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനെ വിളിച്ചു. അബീമേലെക്ക് എങ്ങനെയാണ് മരിച്ചത്? അവന്റെ ബാല്യക്കാരൻ അവനെ കുത്തി, അങ്ങനെ അവൻ മരിച്ചു. അബീമേലെക്ക് ആയുധവാഹകനായ ബാല്യക്കാരനോട് വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരു സ്ത്രീ അവനെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന്. അബീമേലെക്കിന് ദൈവം ഇങ്ങനെ പകരം ചെയ്തത് എന്തുകൊണ്ട്? അബീമേലെക്ക് തന്റെ 70 സഹോദരന്മാരെ കൊന്നതിനാൽ തന്റെ അപ്പനോട് ചെയ്തിട്ടുള്ള പാതകത്തിന്. ആരുടെ സകല പാതകങ്ങളും ദൈവം അവരുടെ തലമേൽ വരുത്തി?
ശേഖേം നിവാസികളുടെ സകല പാതകങ്ങളും. യെരുബ്ബാലിന്റെ മകനായ യോഥാമിന് ശാപം ആരുടെ മേലാണ് വന്നത്? ശേഖേം നിവാസികളുടെ മേൽ. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.